ഓക്കെ, അപ്പം നമുക്കൊരു 2023 ഒരു ക്വസ്റ്റ്യനാണിത്. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, f(x) എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. പക്ഷേ ഓൾറെഡി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ ax + bക്കകത്ത് എയും ബിയും രണ്ട് അൺനോൺസ് ഉണ്ട്. അതിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. ഫംഗ്ഷൻ ഓൾറെഡി കണ്ടിന്യൂസ് ആണെന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്ത് കണ്ടീഷനാണ്, ആ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, 3 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, 4 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ 3, 4 മാത്രമേ ഒരു ഡിസ്കണ്ടിന്യൂറ്റിക്ക് ഒരു സാധ്യതയുള്ളത്. അപ്പം നമ്മളിവിടെ അത് ഒരു നമ്പർ ലൈൻ നമ്മൾ വരച്ചു. നമ്പർ ലൈനിൽ 3ഉം 4ഉം അടയാളപ്പെടുത്തി. അപ്പം 3ഉം 4ഉം നമ്മൾ അടയാളപ്പെടുത്തി. ഇത് നമ്മുടെ നമ്പർ ലൈനാണ്. ഇതിങ്ങോട്ട് ഇൻഫിനിറ്റിയിലേക്ക് നീണ്ടുപോകുന്നു, ഇവിടുന്ന് ഇങ്ങോട്ടും ഉണ്ട്. അപ്പം 3നേക്കാൾ കുറവ് വരുമ്പോൾ ഫംഗ്ഷൻ ഏതെടുക്കണം? ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, 3നേക്കാൾ കുറവാണെങ്കിൽ 10 എന്നുള്ള ഫംഗ്ഷനാണ് എടുക്കേണ്ടത്. അത് കോൺസ്റ്റൻ്റ് ആണ്, അത് എക്സിനനുസരിച്ച് വേരി ചെയ്യുന്നില്ല. അത് കാരണമാണ് അവിടെ എക്സിൻ്റെ ടൈം ഒന്നും വരാത്തത്. ഇനി 3നേക്കാൾ കൂടി കഴിഞ്ഞാൽ ഏതെടുക്കണം? ax + b എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പം 3ൻ്റെ ലെഫ്റ്റ് സൈഡിൽ 10ഉം 3ൻ്റെ റൈറ്റ് സൈഡിൽ ax + b ആണ്. അതേപോലെ 4 എന്ന് പറഞ്ഞ പോയിൻ്റോ, 4നേക്കാൾ കുറയുമ്പോൾ ax + b, 4നേക്കാൾ കൂടിക്കഴിഞ്ഞാൽ 20. കണ്ടോ, 4നേക്കാൾ കുറയുമ്പോൾ ax + b, 4നേക്കാൾ കൂടിയാൽ 20. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി അറിയാം. ഇനി ഞാനിവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് കാരണം എന്താ? ഓൾറെഡി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ആണെങ്കിൽ f(3)യും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈ 3 സാധനവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഓൾറെഡി നമുക്കറിയാം. ഇവിടെ എത്രയാണ്? 10 ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 10 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ax + b. അതിൻ്റെ ഉള്ള എക്സിൻ്റെ വാല്യൂ എത്ര? 3. ax + b അതിൻ്റെ ഉള്ള എക്സിൻ്റെ വാല്യൂ 3 കൊടുത്തു. അപ്പോൾ 3a + b, 3a + bയുടെ വാല്യൂ കിട്ടി 10. സ്വാഭാവികമായിട്ടും ഇപ്പുറത്തത് നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ അറിയായിരിക്കും. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എത്രയാണ്? 4ൻ്റെ ലെഫ്റ്റിൽ ax + b. ഓക്കെ, 4ൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 20. ഇനി എക്സിൻ്റെ വാല്യൂ കൂടി എത്രയാണ്? 4. അപ്പോൾ 4a + b. കണ്ടോ, 4a + b വന്നു വളരെ സിമ്പിളായിട്ട്. ഓക്കെ, അത് രണ്ടും നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മുടെ മുമ്പിൽ 2 ഇക്വേഷൻസ് കിട്ടി. ഒരെണ്ണം 10 ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടി, ഒരെണ്ണം 20 ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എഴുതി. 2 ഇക്വേഷൻ അടുപ്പിച്ച് എഴുതി. എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ബിയുടെ കോഎഫിഷ്യൻ്റ് രണ്ട് സ്ഥലത്തും സെയിം ആണ്. അത് കാരണം ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ബിയും കട്ടായിപ്പോയി. അപ്പോൾ 4ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ ബാക്കി 1a ബാക്കി വരും. അപ്പോൾ 7 വാല്യൂ നമുക്ക് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. 20ൽ നിന്ന് 20 കുറയ്ക്കണം, 10 ചെയ്തപ്പം 10. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് കിട്ടി 10. അപ്പോൾ എ കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ബി കിട്ടാൻ വളരെ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഞാൻ ഈ ചെറിയ ഇക്വേഷൻ എടുത്തു, അതെടുത്ത് ഇവിടെ എഴുതി. അതിൻ്റെ ഉള്ളിൽ എയുടെ വാല്യൂ ഞാൻ കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 10. എയുടെ വാല്യൂ ഓൾറെഡി ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നല്ലോ, a = 10 അല്ലേ? എയുടെ വാല്യൂ 10 ആയത് കാരണം അപ്പോൾ 10 × 3 30. ഈ 30 അപ്പുറത്ത് ചെല്ലുമ്പോൾ എന്താവും? -30. അപ്പോൾ 10 കുറയ്ക്കണം 30 ബി. 10ൽ നിന്ന് 30 പോയാൽ എത്രയാണ്? -20. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഇതേപോലത്തെ പ്രോബ്ലമൊക്കെയാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആണോ എന്നുള്ള പ്രോബ്ലം വളരെ എളുപ്പമാണ്. ഇത് കണ്ടിന്യൂസ് ആണോ എന്നുള്ള പ്രോബ്ലം അല്ല, കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് എയും ബിയും കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലമായിരുന്നു. റീസെൻ്റായിട്ട് 2023 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത്രത്തോളം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് വരും. വളരെ എളുപ്പമാണ്. നിങ്ങളാകെ ഈ സംഖ്യാരേഖ വരയ്ക്കുന്നത്, നമ്പർ ലൈൻ വരയ്ക്കുന്ന കാര്യമൊന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഉള്ളിൽ 3, 4 ഡിസ്കണ്ടിന്യൂറ്റിക്ക് സാധ്യതയുള്ള പോയിന്റുകൾ അത് ആദ്യം തന്നെ എടുത്ത് അടയാളപ്പെടുത്തുക. 3, 4. എന്നിട്ട് 3ൻ്റെ ലെഫ്റ്റ് എന്താണ് ഫംഗ്ഷൻ, റൈറ്റ് എന്താണ് ഫംഗ്ഷൻ. നമ്മളിവിടെ നോക്കിയിട്ട് 3ൻ്റെ ലെഫ്റ്റ് 10, 3ൻ്റെ റൈറ്റ് ax + b, അത് നമ്മൾ കണ്ടുപിടിച്ച് ഇവിടെ എഴുതി വയ്ക്കുന്നു. പിന്നെ ഡയറക്റ്റായിട്ട് ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന പ്രോബ്ലം.